കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെയും അടുത്ത് പോയി ഏറെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ യേശുവിൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവനും നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോട് കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, 2006 പുറത്തിറങ്ങിയ ഒത്തിരി ഏറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പുസ്തകമാണ് ദ സീക്രട്ട്. ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഈ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് ഒരു പുതിയ തത്വം ആളുകളുടെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു തത്വം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇത് ഈ ഒരു പുസ്തകത്തിലൂടെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, യു ബിക്കം വാട്ട് യു തിങ്ക്. നീ ചിന്തിക്കുന്നത് എന്താണോ, നീ ആഗ്രഹിക്കുന്നത് എന്താണോ, നീ അത് ആയിത്തീരും. ഒത്തിരിയേറെ ആളുകളെ ആകർഷിക്കുകയും അവരുടെ ജീവിത വിജയത്തിനൊക്കെ സാധ്യമാകുകയും ചെയ്ത ഒരു പുസ്തകമാണ് ദ സീക്രട്ട്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നതും ഇതുപോലെയുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആവശ്യമായ, അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ ജീവിത വിജയം നേടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളിന്ന് 2 രോഗസൗഖ്യങ്ങൾ വായിച്ച് കേട്ട സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. 2 രോഗസൗഖ്യങ്ങൾ. ഒന്ന്, രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സംഭവിച്ച ആ ഒരു വലിയ രോഗസൗഖ്യം. ജൈറോസിൻ്റെ മരിച്ചുപോയ മകളെ വീണ്ടും ഉയർപ്പിക്കുന്ന ഈശോ. ഈ 2
അത്ഭുതകരമായ സംഭവങ്ങളിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മകനെ നീ വിശ്വാസത്തോടു കൂടെ ആയിരിക്കാം. ആഴമായ വിശ്വാസത്തോടെ നീ ദൈവത്തെ സമീപിച്ചാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ അത്ഭുതങ്ങൾ കാണാൻ നിനക്കിടയാകും. രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യം കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നത്, അവളുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് അവൾ ഈ ഒരു വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ വൈദ്യന്മാരെയൊക്കെ കണ്ടു, പക്ഷേ അത് കുറയുകയല്ല, മറിച്ച് അത് കൂടുതൽ അഗ്രവേറ്റ് അല്ലെങ്കിൽ കൂടുതൽ അത് പ്രശ്നബാധിതമായിട്ട് മാറുകയായിരുന്നു. കൂടുതൽ രോഗിണിയായിട്ട് അവൾ മാറി. പക്ഷെ അവളുടെ വിശ്വാസം, ഈശോയെക്കുറിച്ച് കേട്ട നിമിഷം മുതൽ അവളുടെ വലിയ ആഗ്രഹം, ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത് അവളുടെ വാക്കുകളിലൂടെ. അവൾ പറയുന്ന കാര്യമാണ്, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സുഖപ്പെടും. കർത്താവിൻ്റെ ആ ഉടുപ്പിൻ്റെ ഒക്കെ അറ്റത്ത് ഞാനൊന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖപ്പെടും. ഇതുപോലെ ഒരു ആഴമായ വിശ്വാസം. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, എന്നെ ആരാണ് സ്പർശിച്ചത്? ഇത്രയും തിരക്കിനടക്കി എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചവനാണ്. വിശ്വാസത്തോടെ ഈശോയെ നമ്മൾ സ്പർശിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതങ്ങളായിട്ട്, അത്ഭുതങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ മാറും. വീണ്ടും ജയറോസിൻ്റെ മകളെ സുഖപ്പെടുന്ന എല്ലാ പ്രതീക്ഷകളും, ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന സമയത്തും ഈശോ ജയറോസിനോട് പറയുന്ന കാര്യമുണ്ട്, മകനെ ധൈര്യമായിരിക്കുക, നീ വിശ്വാസത്തോടു കൂടെ ആയിരിക്കുക. ഈ 2 രോഗസൗഖ്യങ്ങളിലൂടെയും നമുക്കറിയാൻ പറ്റും എന്തുമാത്രം സന്തോഷമാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കത്തില്ല എന്ന് കരുതിയ സാഹചര്യത്തിലും സൗഖ്യമായി ഈശോ കടന്നു വന്നതിന് കാരണം, ഈശോയുടെ സൗഖ്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത് അവരുടെ ആഴമായ വിശ്വാസം കൊണ്ടാണ്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കാറുള്ള കാര്യം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന കാര്യം എന്താണ്? വിശ്വാസമില്ല, ഞങ്ങൾ പള്ളി വരുമോ, കുർബാനയ്ക്ക് വരുമോ, അത് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ കുർബാനയ്ക്ക് വരുമോ, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. പക്ഷേ എന്താണ് യഥാർത്ഥമായ വിശ്വാസം? ആഴമായ വിശ്വാസം, അതായത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നതെല്ലാം എൻ്റെ നല്ലതിനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് വിശ്വാസത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ആ ഒരു വ്യാഖ്യാനവും അതിൻ്റെ ഡെഫിനിഷനും നമ്മൾ കാണുന്ന ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉടനടി കിട്ടിയില്ലെങ്കിൽ ദൈവത്തെയും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മാറ്റിവെച്ച് ഞാൻ തോന്നിവാസം ജീവിക്കുമെന്നുള്ളതല്ല വിശ്വാസം, മറിച്ച് ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് ഞാൻ കാണിക്കുന്ന മനോഭാവവും എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ വിശ്വാസവും ഇതുപോലെ ഈ 2 വ്യക്തികളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചതുപോലെ ആഴമായ വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോയ നിമിഷങ്ങളിലും വലിയ സൗഖ്യമായി, വിടുതലായി നമുക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഓരോ വിശുദ്ധ കുർബാനയും ഈശോയെ നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. രക്തസ്രാവക്കാരി പറഞ്ഞതുപോലെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സുഖപ്പെടും. പക്ഷെ അതിൻ്റെ ഒരു ഹയർ വേർഷനാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ. നമ്മൾ തൊട്ടാലല്ല, ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ വരികയാണ്. അപ്പോൾ അവിടെ അത്രമാത്രം വിശ്വാസത്തോടെ എൻ്റെ ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ഒരു വലിയ മനോഭാവം നമ്മളിൽ നിറയുവാനും, ഈശോ ചിന്തിച്ചതുപോലെ പൂർണ്ണമായി ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പൂർണ്ണമായി കീഴ്വഴങ്ങാനും എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.